പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ധ്യാനത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് 3 കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് പരിശുദ്ധാത്മാവ് പ്രേരണ തന്നിട്ടുണ്ട്. 2 Peter chapter 1 verse 4-7 നമുക്ക് വായിച്ച് കേൾക്കാം. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. പത്രോസ് അപ്പോസ്തലൻ ലേഖനം എഴുതിയപ്പോൾ നാം ദൈവത്തിന് എത്ര വിലയേറിയവരാണെന്ന് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. അപ്പോസ്തലൻ ആദ്യം വെളിപ്പെടുത്തുകയാണ്, നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തം ദൈവം തന്നു. അതുകൊണ്ട് നമ്മൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരണം. അതുകൊണ്ട് നിങ്ങൾ സകലത്തിലും ഉത്സാഹിയായി തീരുകയും നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രജയവും, ഇന്ദ്രജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോടെ ഭക്തിയും, ഭക്തിയോടെ സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. ഇതാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തം. അപ്പോൾ ദൈവം നമുക്ക് തന്നേക്കുന്നത് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തമാണ്. ഇനി നമ്മൾ ബൈബിൾ ഒന്ന് മനസ്സിരുത്തി പഠിക്കുമ്പോൾ ദൈവം നമുക്ക് തന്നതെല്ലാം വിലയേറിയതാണ്. ദൈവം നമുക്ക് തന്നതെല്ലാം വിലയേറിയതാണ്. അപ്പോൾ ഒരു ചോദ്യം, വിലയേറിയതെല്ലാം നമുക്ക് തരാൻ നമുക്ക് വല്ല വിലയുണ്ടായിരുന്നു? ഇത്രയും വിലയേറിയത് നിനക്ക് തരാൻ നമ്മൾ വല്ല വിലയുള്ളവരായിരുന്നു? എന്നോർത്തു, നമുക്ക് എന്നാ വിലയുണ്ടായി? ഒരു വിലയില്ലാത്ത നിന്നെ വിളിച്ച് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തം തന്നു. നമ്മുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു വിലയില്ലായിരുന്നു. കുറെ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കണം, നമുക്ക് വല്ല വിലയുണ്ടോ എന്ന് അറിയണേ. ഒരു വിലയില്ലായിരുന്നു. അപ്പൊ ഒരു വിലയുമില്ലാത്ത നമ്മെ എന്തിനാണ് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തവും ദൈവം തന്നത്?